തിരുവനന്തപുരത്തിന്റെ വികസന വഴികളിൽ സൗന്ദര്യ സംരക്ഷണത്തിനൊരു പുതിയ അധ്യായം. തലസ്ഥാനത്തെ മാറുന്ന മുഖത്തിനൊപ്പം സൗന്ദര്യ പരിചരണത്തിന്റെ വിശ്വസ്ത നാമമായി ആൽഫ ഹീൽസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ 6ാമത് ശാഖ പോത്തൻകോട് പ്രവർത്തനം ആരംഭിച്ചു. ശാഖയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം അമേയ പ്രസാദ് നിർവഹിച്ചു. ക്ലിനിക്കിൽ നിന്നും സൗമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് വിശ്വാസത്തിനും മികവിനും പേരുകേട്ട ആൽഫ ഹീൽസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മുടി സംബന്ധമായ പ്രശ്നങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന്റെ പുതുമകളും വിദഗ്ധരായ നിരവധി ഡോക്ടർമാരുടെ സേവനവും അതും അഫോർഡബിളായ റേറ്റിൽ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. അതെ, നിങ്ങളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും സംരക്ഷിക്കാൻ വിശ്വസ്തമായ സേവനങ്ങളുടെ പുതിയ മേൽവിലാസം ആൽഫ ഹീൽസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിനെ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്. തലസ്ഥാനത്തെ മാറുന്ന മുഖത്തിനൊപ്പം സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ഒരേട് കൂടി തീർക്കുകയാണ് ആൽഫ ഹീൽസ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്. ആൽഫ ഹീൽസിന്റെ 6ാമത് ശാഖ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് പ്രവർത്തനം ആരംഭിച്ചു. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് കുറഞ്ഞ നിരക്കിലും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടും കൂടി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുകയെന്നതാണ് ആൽഫ ഹീൽസിന്റെ വാഗ്ദാനം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ ത്വക്ക് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മികച്ച ചികിത്സാ സൗകര്യമാണ് ആൽഫ ഹീൽസിൽ ഒരുക്കിയിട്ടുള്ളത്. സാധാരണക്കാർക്കും താങ്ങാനാകുന്ന നിരക്കുകളിലാണ് എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാകുന്നത്. പുതിയ ശാഖയുടെ ഉദ്ഘാടനം സിനിമാ താരം അമേയ പ്രസാദ് നിർവഹിച്ചു. സൗന്ദര്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടതാണെന്ന് അമേയ പറഞ്ഞു. ഇപ്പോൾ എന്നൊപ്പം ചേരുന്നത് ആൽഫ ഹീൽസിന്റെ പോത്തൻകോട് ശാഖ ഇനാഗ്രേറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതയായ ഫിലിം ആക്ടർ അമേയ പ്രസാദാണ്. മാം, ആസ് എ സെലിബ്രിറ്റി ഈ സ്കിൻ കെയറിനെ പറ്റിയും ഹെയർ കെയറിനെ പറ്റിയും എന്തൊക്കെ അവയർനെസ് ആണ് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക്കിന് നൽകാനുള്ളത്? പബ്ലിക്കിന് നൽകാനുള്ളത്, ഞാൻ കുറേ ഇഷ്യൂസിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇഷ്യൂസ് മീൻസ് ഇതുപോലെ എറണാകുളത്തൊരു ക്ലിനിക്ക് ഇതുപോലെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സർട്ടിഫൈഡ് അല്ലാത്ത കുറേ ക്ലിനിക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും പൈസ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പണത്തെ മോഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും പല സ്ഥാപനങ്ങളും തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കബളിപ്പിക്കാൻ വേണ്ടി കുറേ നടക്കുന്ന ക്ലിനിക്കുകളുണ്ട്. അപ്പം സൗന്ദര്യത്തെ എപ്പോഴും വർദ്ധിപ്പിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കാറ്. സൗന്ദര്യം കൂട്ടണം, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം എങ്ങനെയൊക്കെ മാറ്റം വരുത്താമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് എപ്പോഴും ആശ്രയിക്കുന്നത് ക്ലിനിക്കിനെ ആയിരിക്കും, നല്ല ക്ലിനിക്കുകളെ നോക്കി ആശ്രയിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചതികളിൽ പോയി വീഴാതെ നമ്മൾ അത്രയും ജെനുവിനായിട്ടുള്ള ക്ലിനിക്കുകളെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൽഫ ഹീൽ സൂപ്പറാണെന്ന് തന്നെ പറയാം. ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് തങ്ങളെ വളർത്തിയെടുത്തതെന്നും കേരളത്തിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതുമാണ് തങ്ങളുടെ വിഷനെന്നും മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ആൽഫ ഹീൽസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജയകുമാർ സാറും ലൈഫ് പാർട്ട്ണർ ജയശ്രീ മാമും കൂടെയുണ്ട്. മാം, ഇത് എത്രാമത്തെ ബ്രാഞ്ചാണ്? ഇതിവിടെ നമ്മൾ തുടങ്ങുന്ന ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇത് പോത്തൻകോട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ 6ാമത്തെ ബ്രാഞ്ചാണ്. പിന്നെ ജനങ്ങളുടെ നമ്മളോടുള്ള എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ ബ്രാഞ്ചുകൾ തുടങ്ങാൻ പറ്റുന്നത്. ഇനി നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം ബ്രാഞ്ചുകൾ കേരളത്തിൽ തുടങ്ങുക, അതോടൊപ്പം തന്നെ ധാരാളം പേർക്ക് ജോലി കൊടുക്കുക. ആ ഒരു വിഷൻ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ബ്യൂട്ടിയുടെ ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത്. എല്ലാവരും ഇതിനെപ്പറ്റി വളരെ കോൺഷ്യസാണ് ബ്യൂട്ടിയെപ്പറ്റി. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇനിയും ധാരാളം വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വലിയ വലിയ കോർപ്പറേറ്റ്സ് വരെ ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുക. അദാനി, അംബാനി പോലുള്ള ഗ്രൂപ്പുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് നല്ലൊരു ഫീൽഡാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ചികിത്സകളും മുൻകരുതലുകളോടും സുരക്ഷിതമായ രീതിയിലുമാണ് നടത്തപ്പെടുന്നതെന്ന് എസ്തെറ്റിക് ഫിസിഷ്യൻ പറഞ്ഞു. ഗ്ലൂട്ടാഥയോൺ, IV അടക്കമുള്ള ആധുനിക സൗന്ദര്യ ചികിത്സകളും ഈ ശാഖയിൽ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ ശരണ്യ, ആൽഫ ഹീൽ പോത്തൻകോട് പുതിയ ബ്രാഞ്ചിലെ ഡോക്ടറാണ്, എസ്തെറ്റിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് HT കുറിച്ചിട്ടാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ കൂടുതലും ആളുകൾക്ക് ആവശ്യമുള്ളൊരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. കുറേയേറെ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റ് ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ചെയ്തിട്ട് ഒരു ഫലവും ഇല്ലാത്തവർക്ക് അവരുടെ ഡോണർ ഏരിയ നല്ലതാണെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഓർക്കുമ്പോൾ തന്നെ കൂടുതൽ ആളുകളും മുന്നോട്ട് മാറുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു ആവശ്യമില്ല, അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല.
ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയം തൊട്ടിട്ട് ഡോക്ടേഴ്സ് തന്നെയായിരിക്കും നമ്മൾക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ കൺട്രോളാണ്. സോ ആ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടായിരിക്കും നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ആലോചിക്കുക, ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു ഓവർനൈറ്റ് മാജിക് അല്ല. അതൊരു ലോങ് ഡെഡിക്കേഷൻ വരുന്നൊരു പ്രോസസ്സാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമ്മളൊരു ഇപ്പോൾ പെൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 8th ഡേ ആയിരിക്കും ക്ലോട്ട് റിമൂവൽ ചെയ്യുക. അതിനുശേഷം നീഡിൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12th ഡേ ആയിരിക്കും നമ്മൾ ക്ലോട്ട് റിമൂവൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് PRPs ഒക്കെ എടുത്ത് നമ്മളതിനെ ബൂസ്റ്റ് ചെയ്യണം. ഒരു 4 months വരെ ഷെഡിങ് പീരീഡ് ആയിരിക്കും. അതായത് നമ്മൾ വെക്കുന്ന മുഴുവൻ മുടിയും പൊഴിഞ്ഞു പോയിട്ട് ആ വേര് അതിനകത്ത് തന്നെ ഇരിക്കും. അതായിരിക്കും പിന്നീട് കിളിർത്ത് വരിക. അപ്പോൾ ഒരു 4 മാസം ചിലപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് വരാം, നീ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലോ, എന്നിട്ട് മുടി എവിടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാം. അതിലൊന്നും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ഒരു 4 months ഷെഡിങ് പീരീഡ് ആണ്. കുറച്ച് പുറകോട്ട് വലിഞ്ഞിട്ടായിരിക്കും അതിന് വളർച്ച വരിക. എപ്പോഴും അത് ആലോചിക്കുക. കാരണം നമ്മൾ അത് നിൽക്കുന്ന അതിൻ്റെ സ്ഥലത്ത് നിന്ന്, അതായത് നമ്മുടെ തന്നെ മുടിയാണെങ്കിൽ കൂടിയും അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് അതിനെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പറിച്ച് നടുമ്പോൾ അതൊരു അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി വരാനും അതുപോലെ തന്നെ അതിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ എടുത്ത് അതിന് വളരാനുമുള്ള സമയമാണ് ഈ 4 മാസം എന്ന് പറയുന്നത്. ഈ 4 മാസത്തിനുള്ളിൽ ഷെഡിങ് ഫേസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗ്രോത്ത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. അതൊരു 5th month തൊട്ടിട്ട് ഒരു 7 months 8 months വരെയാണ് ഒരു ഗ്രോത്തിൻ്റെ ടൈം വരിക. അപ്പോഴായിരിക്കും ശരിക്കും നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലോ എന്ന് നമുക്ക് തോന്നുന്നൊരു ടൈം അതായിരിക്കും. എക്സാക്റ്റ് ഒരു 1 year തന്നെ നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മളുടെ ഭാഗത്തു നിന്ന് എല്ലാ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും നിങ്ങളുമായിട്ട് ഉണ്ടാവും. ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ അങ്ങ് വിടുക ആയിരിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റിന് മുന്നോടിയായിട്ടും നമുക്ക് വേണ്ട പ്രിക്കോഷൻസ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ, നമ്മളിത് ചെയ്യാൻ ആപ്റ്റ് ആണോ, നമ്മുടെ ഡോണർ ഏരിയ എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം കവറേജ് കിട്ടും, ഇതെല്ലാം ഒരു ഡോക്ടർ ചെക്ക് ചെയ്ത ശേഷം മാത്രമായിരിക്കും നിങ്ങളെ ഹെയർ ട്രാൻസ്പ്ലാന്റിനായിട്ട് എടുക്കാറുള്ളത്. എടുത്ത് കഴിഞ്ഞിട്ടായാലും നമുക്ക് ഫോട്ടോസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യും. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ റിസൾട്ട് അത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സെക്ഷൻ പോവുക. എക്സ്പെൻസ് വന്നിട്ട് നിങ്ങളുടെ ഗ്രാഫ്റ്റ് ക്വാളിറ്റി, അത് പേഴ്സൺ ടു പേഴ്സൺ ഗ്രാഫ്റ്റ് ക്വാളിറ്റി മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈൽഡ്, അതായത് തിൻ ഗ്രാഫ്റ്റ് ഉള്ള ആളുകൾക്ക് അത് കുറച്ചും കൂടെ നമുക്ക് ടാസ്ക് ആയിരിക്കും. ഈവൻ അത് നീഡിൽ മെത്തേഡ് ആയാലും പെൻ മെത്തേഡ് ആയാലും. നീഡിൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ മെത്തേഡുമാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് എമൗണ്ട് കുറവായിരിക്കും, എക്സ്പെൻസ് നമുക്ക് കുറവായിരിക്കും നീഡിൽ മെത്തേഡ് ആകുമ്പോൾ. ബട്ട് പെൻ മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ഈ പെന്നെന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പെന്നാണ്. അപ്പം അതിനൊരു ചാർജ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാനും ഒക്കെ ആയിട്ട് അതാണ് ആ ഒരു പെൻ മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് പ്രൈസി ആയിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ആൽഫയിൽ അത്യാവശ്യം റീസണബിളായിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൈസ് ചാർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിക. ഒരു ഡോക്ടറായിരിക്കും ചെയ്യുക. നിങ്ങൾ പേഷ്യൻ്റ് ആ പ്രൊസീജിയറിന് വരുന്ന ടൈം തൊട്ടിട്ട് പേഷ്യൻ്റ് ഈ ക്ലിനിക്ക് വിട്ടു പോകുന്നത് വരെയും ആ ഡോക്ടറുടെ ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ടാവും. എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും എടുത്തിട്ട് നമ്മളത് ചെയ്യും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ചികിത്സകൾക്കും 50% വരെ പ്രത്യേക ഓഫറും ക്ലിനിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും ഓഫർ വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1 month വരെ വാലിഡ് ആണ്. പിന്നെ ഇപ്പം ഇനാഗുറേഷൻ ബന്ധപ്പെട്ടിട്ട് 50% ഓഫർ എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും തന്നെ വരുന്നുണ്ട്. അതും നമുക്ക് വാലിഡ് ആണ്. പിന്നെ ഗ്ലൂട്ടാതയോൺ, IV എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സിനും എല്ലാത്തിനും നമുക്ക് ഇപ്പം ഓഫേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക സൗന്ദര്യ സംരക്ഷണത്തിന്റെ വിശ്വസ്ത കേന്ദ്രമായി ആൽഫ ഹീൽസ് പോത്തൻകോട് ശാഖയും ജനങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയാണ്. പോത്തൻകോട് തുറന്ന ഈ പുതിയ ശാഖ സൗന്ദര്യ സംരക്ഷണത്തിൽ ജനങ്ങൾക്ക് പുതുയുഗത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാളിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.